ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് സൂര്യയുടെ മാസ് എന്ന സിനിമ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു മാസ് സിനിമയെക്കുറിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. സൂര്യയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് 2015 മെയ് 29 റിലീസ് ചെയ്ത സിനിമയാണ് മാസെങ്കര മാസിലാമണി അഥവാ മാസ്. മാസ് എന്ന സിനിമ ആക്ഷൻ ഹൊറർ കോമഡി ജോണറിൽ പെടുന്ന സിനിമയാണ്. സിനിമയുടെ ടീസറൊക്കെ വന്ന ടൈമിൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ പടത്തിന് അത്യാവശ്യം ഹൈപ്പും ഉണ്ടായിരുന്നു. എന്നാൽ പടം റിലീസായപ്പോൾ എല്ലാം നേരെ തലതിരിഞ്ഞു. പടം നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. എനിക്ക് മാസ് സിനിമ കണ്ടപ്പോൾ പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ: ഒന്ന്, സൂര്യണ്ണൻ്റെ ലുക്കും സ്ക്രീൻ പ്രസൻസും. ലുക്ക് വൈസ് സൂര്യണ്ണൻ അതിപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ആയാലും കിടില ലുക്കായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലുക്ക് ഇഷ്ടമായത് സൂര്യൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്ത ആ ഒരു ലുക്കാണ്. അതുപോലെ തന്നെ ബി ജി എം വൈസ് കിടുമായിരുന്നു. തീ ലെവൽ ബി ജി എം ആണ് യുവൻ മാസിൽ ചെയ്തു വെച്ചത്. ആ യുവനാണ് ഗോട്ടിൽ അപരാധം പിടിച്ച സോങ്സ് ബി ജി എംസും പണി വെച്ചേക്കുന്നത്. കണ്ടാ പറയൂ. പിന്നെ സോങ്സ്, എല്ലാ സോങ്സും ഞാൻ പറയുന്നില്ല, രണ്ട് സോങ്സ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഒന്ന് തെറിക്കത് മാസ് എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ സൂര്യൻ്റെ ആ ഒരു ഇൻട്രോ സോങ്, അതുപോലെ തന്നെ സൂര്യൻ്റെ അച്ഛൻ ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കിലെ ആ ഒരു മെലഡി സോങ്ങും. ആ രണ്ട് സോങ്ങും കിടുവായിരുന്നു. ബാക്കി സോങ്സൊക്കെ എനിക്കൊരു ആവറേജ് ലെവൽ മാത്രമേ തോന്നിയുള്ളൂ. സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് തന്നെയാണ്. സംഭവം വെറൈറ്റിയാണ്. വെങ്കട് പ്രഭു ആയതുകൊണ്ട് തന്നെ വെറൈറ്റി സംഭവം പിടിക്കൂ. ആക്സിഡൻറ്റിൽ നമ്മുടെ നായകന് പ്രേതത്തിനെയും ഭൂതത്തിനെയും കാണാനുള്ള ഒരു ശക്തി കിട്ടുന്നു. ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാണ്ട് മരിച്ചുപോയ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും സഹായിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന നായകൻ. ഇതാണ് മാസ് സിനിമയുടെ വൺ ലൈൻ എന്ന് പറയുന്നത്. സംഭവം നൈസാണ്. എന്നാൽ വെങ്കട് പ്രഭുവിൻ്റെ എക്സിക്യൂഷൻ പാളിപ്പോയി. പടം എക്സിക്യൂട്ട് ചെയ്ത രീതി അതാണ് സിനിമയെ മൊത്തത്തിൽ കൊന്നത്. വെങ്കട് പ്രഭു ഈ ഒരു ജോണറിൽ കൊമേഴ്ഷ്യൽ പിടിച്ചു. അതാണ് പിഴച്ചത്. കൊമേഴ്ഷ്യൽ രീതിയിലല്ലാണ്ട് വേറെ രീതിയിൽ ഈ പടത്തിനെ എടുത്തിരുന്നെങ്കിൽ നൈസ് ആയേനെ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും കിട്ടിയേനെ. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ കള്ളനായ നായകനും അതുപോലെ തന്നെ നായകൻ്റെ കൂട്ടുകാരനും ഒരു സ്ഥലത്ത് പോയി റോബറി ചെയ്യുന്നു. അവിടെയുള്ള ആളുകൾ ഇവരാണ് റോബറി ചെയ്തതെന്ന് കണ്ടുപിടിച്ച് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവിടെ വെച്ച് നായകനും കൂട്ടുകാരനും ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നായകന് ഭൂതങ്ങളി പ്രേതങ്ങളി കാണാനുള്ള ശക്തി കിട്ടുന്നത്. നായകൻ കള്ളനായതുകൊണ്ട് തന്നെ ഭൂതങ്ങളെ വെച്ചിട്ട് നായകൻ കുറേ പൈസ ഉണ്ടാക്കും. ആ സീൻസ് എല്ലാം വെങ്കട് പ്രഭു ചെയ്തത് നൈസായിരുന്നു. ഫുള്ള് കോമഡി രീതിയിലായിരുന്നു. നായകനായിട്ടുള്ള സൂര്യയുടെ കൂട്ടുകാരനായിട്ട് കാസ്റ്റ് ചെയ്തത് വെങ്കട് പ്രഭുവിൻ്റെ അനിയനായിട്ടുള്ള പ്രേംജിയാണ്. പ്രേംജീൻ്റെ ഇടയ്ക്കുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ബാക്കി ചിലതൊക്കെ അപരാധമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനായിട്ടുള്ള നയൻതാരയുടെ വരവ്. അറിയാലോ, കൊമേഴ്ഷ്യൽ പടം ആയതുകൊണ്ട് ഹീറോയിൻ മസ്റ്റാണ്. വെറുതെ കാസ്റ്റ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഒരു സോങ്ങിനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് നയൻതാരേനെയും കൊണ്ടുവന്നത്. അതിൽ നയൻതാരേനെ ബസ്സിൽ വെച്ച് സൂര്യ കാണുന്നൊരു സീനുണ്ട്. അവിടെ വെച്ച് നമ്മുടെ വിജയണ്ണൻ്റെ കത്തി സിനിമയിലൊരു ബീജിയം ഇടുന്നുണ്ട്. അത് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് നയൻതാരയായിട്ടുള്ള ക്രിഞ്ച് റൊമാൻസ്, അങ്ങനെ ഒരുപാട് സീൻസ്. പിന്നെ ചെറിയൊരു ട്വിസ്റ്റും. സൂര്യയുടെ ഫ്രണ്ടായിട്ടുള്ള പ്രേംജി ആ ഒരു ആക്സിഡൻറ്റിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും. സൂര്യയ്ക്ക് പ്രേതത്തിനെയും ഭൂതത്തിനെയും കാണാനുള്ള ശക്തി കിട്ടിയതും കൊണ്ട് നമ്മുടെ പ്രേംജീനെ കാണാൻ പറ്റുന്നതാണ്. പ്രേംജി പ്രേതമായിരിക്കും. ആ ട്വിസ്റ്റൊക്കെ നൈസായിരുന്നു. അവിടെ വെച്ചിട്ടുള്ള സൂര്യാണ്ണൻ്റെ ആ ഒരു ഇമോഷണൽ സീൻസ് അതൊക്കെ നല്ല രീതിയിൽ കണക്റ്റായി. ഇവൻ്റെ അപ്പമുള്ള ബീജമും എല്ലാം പൊളിയായിരുന്നു. സിനിമയിലെ ഏറ്റവും വലിയ അപരാധം വരുന്നത് ഈ ഒരു സീനിലാണ്. സൂര്യ ഫസ്റ്റ് ടൈം പ്രേതങ്ങളെ കാണുന്നത്. ആ പ്രേതങ്ങളെ കുറേ ഡീമോൺസ് ആയിട്ടൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആക്കിയിട്ടുള്ള വെങ്കട് പ്രഭുവിൻ്റെ ഒരു VFX പരിപാടിയുണ്ട്. ഇതിലും വലിയ അപരാധങ്ങൾ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സും പരിപാടി നമുക്ക് കൊച്ചു TV-യിൽ കാണാൻ പറ്റും. ആ രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ള സൂര്യാണ്ണൻ്റെ പെർഫോമൻസൊക്കെ ഒന്നും സഹിക്കാൻ പറ്റില്ല. പ്രേതങ്ങളെ കണ്ട് ഓടുന്നതൊക്കെ. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇൻ്റർവെൽ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ നമ്മളെ പ്രേതമായിട്ടുള്ള അച്ഛൻ സൂര്യൻ്റെ എൻട്രി ഒരു മിററിൽ വെച്ച് ആ മിററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു എൻട്രിയാണ്. ഭീകര ഹൊറർ മ്യൂസിക്കും. ആ ഒരു എൻട്രി കിടുവായിരുന്നു. പിന്നെ ആ എൻട്രി കിടുവാണെങ്കിലും ഇൻ്റർവെൽ ബ്ലോക്കിലുള്ള അച്ഛസൂര്യൻ്റെ ഒരു ഹൊറർ ഫേസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. പിന്നെ ഉള്ളത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പടം ട്രാക്കിലേക്ക് കയറുന്നത്. അവിടെ പടം കുറച്ച് ഇമോഷണലി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് നൈസായിരുന്നു. നല്ല രീതിയിൽ ആ ഇമോഷണൽ സീൻസ് എല്ലാം കണക്റ്റായി. ഇവിടെ വെച്ച് സൂര്യ പ്രേതങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സീനാണ്. അതിലൊരു കണ്ണ് കാണാത്ത പയ്യൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഒരു ഇമോഷണൽ സീൻ വരുന്നുണ്ട്. ആ സീൻസൊക്കെ നല്ല രീതിയിൽ കണക്റ്റായി. അതുപോലെ അതിൽ പലരുടെയും സീൻസൊക്കെ വരുമ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ഇമോഷണൽ സീൻസ് എല്ലാം വെച്ച് കുറച്ച് ഹൈ ആയിട്ട് വരുന്ന പടത്തിനെ പിന്നെയും കൊണ്ടുപോയി ഡൗൺ ആക്കും. അച്ഛൻ സൂര്യയുടെ ഫ്ലാഷ് ബാക്ക്, ക്ലീഷ ഫ്ലാഷ് ബാക്ക്. വില്ലനുമായിട്ട് അച്ഛൻ സൂര്യ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു.
അച്ഛൻ സൂര്യനെയും കുടുംബത്തിനെയും വില്ലൻ കൊല്ലുന്നു. അങ്ങനെ പ്രേതമായിട്ട് റിവെഞ്ച് എടുക്കാൻ അച്ഛൻ വരുന്നു. ഫ്ലാഷ് ബാക്കിൽ വില്ലന്മാരുമായിട്ട് അച്ഛൻ സൂര്യ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ അമ്മയായിട്ടുള്ള പ്രണിത മകനായിട്ടുള്ള സൂര്യനെ സേഫ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് മകനായിട്ടുള്ള സൂര്യ രക്ഷപ്പെടുന്നത്. അങ്ങനെ മകൻ സൂര്യ ഇത് തൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിയുന്നതും അവിടെ വെച്ചിട്ട് കുറച്ച് ഇമോഷണൽ സീനും. അങ്ങനെ വീണ്ടും നമ്മുടെ സൂര്യയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഭൂതങ്ങളി പ്രേതങ്ങളി കാണാനുള്ള ശക്തി നഷ്ടപ്പെടുകയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഈ പ്രേതങ്ങളുടെ ഭൂതങ്ങളുടെ എല്ലാം ആഗ്രഹം നിറവേറ്റി കൊടുക്കുമ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് വാനിഷായി പോകുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. ആ ഒരു VFX പരിപാടി നൈസായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ക്ലൈമാക്സിലേക്ക് പോകുന്നു. മകനായിട്ടുള്ള സൂര്യ തൻ്റെ ഫാമിലിയെ കൊന്ന വില്ലനെ ക്ലൈമാക്സിൽ കൊല്ലുന്നു. ക്ലൈമാക്സിലെ ഫൈറ്റെല്ലാം ആവറേജ് ഫൈറ്റാണ്. ബട്ട് പടത്തിൽ ബെസ്റ്റ് ഫൈറ്റ് എന്ന് പറയാനാണെങ്കിൽ 2 ഫൈറ്റ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയുള്ളൂ. ഒന്ന് ഒരു ഡ്യൂക്ക് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അപ്പോൾ ഉള്ള ആ ഒരു BGM ഫൈറ്റും കൂടി ആയിട്ട് നൈസ് ഫൈറ്റായിരുന്നു അത്. പിന്നെ ഒരു ഫാക്ടറി ഫൈറ്റും അതും കിടുവായിരുന്നു. പിന്നെ സൂര്യയും അതുപോലെ തന്നെ പ്രേംജിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അതും നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിരുന്നു. ആ ഒരു ബോണ്ടിങ്, അവരുടെ ഇമോഷണൽ സീൻസ് ആയാലും അതുപോലെ തന്നെ കോമഡി ആയാലും എല്ലാം നൈസ് ആയിരുന്നു. പ്രേംജീൻ്റെ കുറേ അപരാധങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ആ കോംബോ വരുന്ന ടൈമിലൊക്കെ നൈസായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് മാസ് എന്ന സിനിമ കണ്ടപ്പോൾ പേഴ്സണലായിട്ട് തോന്നിയ പോസിറ്റീവ്സും നെഗറ്റീവ്സും. പിന്നെ ഈ സിനിമ പരാജയപ്പെട്ടതിൽ നമുക്ക് അത്ഭുതമൊന്നും പറയാനില്ല. നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു, അതിനെ കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്തുകൊണ്ടാണ് പടം പൊട്ടിയത്. പിന്നെ വെങ്കട് പ്രഭു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വെങ്കട് പ്രഭു മാസ് എന്ന സിനിമ കൊമേഴ്ഷ്യൽ രീതിയിലല്ല എടുക്കാൻ നിന്നത്, ഡാർക്ക് ഹ്യൂമർ ടൈപ്പിലായിരുന്നു. എന്നാൽ സൂര്യയുടെ അടുത്ത് സ്റ്റോറി പറഞ്ഞപ്പോൾ സൂര്യയും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഇതൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വെങ്കട് പ്രഭു കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പടം മൂഞ്ചിയതും. ഡാർക്ക് ഹ്യൂമർ ടൈപ്പിൽ എടുത്തിരുന്നെങ്കിൽ പടം വേറെ ലെവലായേനെ. പിന്നെ സിനിമയിലൊരു കോമഡി ആയിട്ടുള്ളൊരു പോലീസ് ക്യാരക്ടർ ചെയ്ത് നമ്മളെ പാർത്ഥിവൻ, പുള്ളിനെയൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് വെങ്കട് പ്രഭുവിന് പോലും അറിയില്ല. എനിക്കെന്തായാലും മാസ് കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് ആവറേജ് രീതിയിലും സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ് രീതിയിലുമാണ് തോന്നിയത്. ജസ്റ്റ് ഒരു 1 ടൈം വാച്ചബിൾ പടം, അത്രേ ഉള്ളൂ. അപ്പോൾ മാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഏത് സിനിമയാണ് ചെയ്യേണ്ടതെന്നും കൂടി കമൻറ്റിൽ പറയുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.